അയോധ്യയിലെ രാമക്ഷേത്ര വിഷയത്തിൽ കോൺഗ്രസിനെതിരെ രൂക്ഷ വിമർശനവുമായി സമസ്ത മുഖപത്രം. മൃദു ഹിന്ദുത്വ നിലപാടാണ് കോൺഗ്രസിന്റെ തകർച്ചയ്ക്ക് കാരണം. മതസൗഹാർദ്ദം തകർക്കുന്ന ചടങ്ങിൽ പങ്കെടുക്കില്ലെന്ന യെച്ചൂരിയുടെ ആർജവമുള്ള നിലപാട് കോൺഗ്രസ് നേതാക്കൾ മാതൃകയാക്കണം. ബിജെപിയെ എതിർക്കാൻ കോൺഗ്രസ് തയ്യാറായില്ലെങ്കിൽ ന്യൂനപക്ഷങ്ങൾ അവർക്ക് വിശ്വാസമുള്ള മറ്റ് ബദൽ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ തേടിപ്പോകുമെന്നും സമസ്ത മുന്നറിയിപ്പ് നൽകുന്നു. കോൺഗ്രസിനെതിരെ കടുത്ത പരാമർശങ്ങളാണ് സമസ്തയുടെ മുഖപത്രമായ സുപ്രഭാതത്തിന്റെ മുഖപ്രസംഗത്തിലുള്ളത്. അയോധ്യയിലെ രാമക്ഷേത്ര വിഷയത്തിലടക്കം കോൺഗ്രസിന്റെ മൃദുഹിന്ദുത്വ നിലപാടിനെ ശക്തമായി വിമർശിക്കുകയാണ് സമസ്ത. നീണ്ട വർഷങ്ങൾ രാജ്യം ഭരിച്ച കോൺഗ്രസിനെ തകർച്ചയിലേക്ക് നയിച്ചത് മൃദുഹിന്ദുത്വ നിലപാടാണ്. രാമക്ഷേത്ര ഉദ്ഘാടന ചടങ്ങിൽ കോൺഗ്രസ് നേതാക്കൾ പങ്കെടുക്കരുത്. രാജ്യത്തെ ഭിന്നിപ്പിക്കാനുള്ള ബിജെപിയുടെ നീക്കങ്ങൾ തിരിച്ചറിയണം. മതസൗഹാർദ്ദം തകർക്കുന്ന ചടങ്ങിൽ പങ്കെടുക്കില്ലെന്ന CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയുടെ നിലപാട് മാതൃകാപരമാണ്. ഈ ആർജവം കാണിക്കാൻ സോണിയാഗാന്ധി ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കൾ തയ്യാറാകണമെന്നും സമസ്ത ആവശ്യപ്പെട്ടു. ബിജെപിക്കെതിരെ ശക്തമായ ബദൽ തീർക്കാൻ കോൺഗ്രസ് നേതൃത്വം നൽകണം. ഉത്തരേന്ത്യൻ വോട്ട് ബാങ്ക് ലക്ഷ്യമിട്ട് മൃദുഹിന്ദുത്വ നിലപാട് തുടരാനാണ് നീക്കമെങ്കിൽ കോൺഗ്രസിന്റെ സ്ഥാനം ചരിത്രത്തിന്റെ ചവറ്റുകൊട്ടയിലായിരിക്കും. 3 സംസ്ഥാനങ്ങളിൽ കോൺഗ്രസിനേറ്റ കനത്ത തിരിച്ചടി ഈ നിലപാടിന്റെ ഫലമായാണ്. കോൺഗ്രസിന്റെ മൃദുഹിന്ദുത്വ നിലപാട് അവരിൽ പ്രതീക്ഷ അർപ്പിക്കുന്ന ന്യൂനപക്ഷങ്ങളിൽ ആശങ്ക ഉളവാക്കുന്നുണ്ട്. ബിജെപിയെ ശക്തമായി എതിർക്കാൻ കോൺഗ്രസ് തയ്യാറായില്ലെങ്കിൽ ന്യൂനപക്ഷങ്ങൾ അവർക്ക് വിശ്വാസമുള്ള മറ്റ് ബദൽ പ്രസ്ഥാനങ്ങളിൽ അഭയം തേടുമെന്നും സമസ്ത മുന്നറിയിപ്പ് നൽകുന്നു. കോൺഗ്രസിന്റെ മൃദുഹിന്ദുത്വ നിലപാടിനെതിരെ ശക്തമായ മുന്നറിയിപ്പാണ് സമസ്ത നൽകിയിരിക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്ത വേളയിൽ സമസ്തയുടെ ഈ നിലപാട് കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിക്കും വലിയ ക്ഷീണമാകുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. കോഴിക്കോട് നിന്നും PV കുട്ടൻ.